ഞാനീ നിൽക്കുന്ന സ്ഥലം ദർശന സ്കൂളിന്റെ പുറകുവശമാണ്. നമ്മുടെ പുമ്മറ്റത്തു നിന്നൊക്കെ വരുമ്പോഴത്തേന് ശ്മശാനത്തിന്റെ ഒക്കെ പുറകാണ്. എന്റെ ഈ പുറകുവശം എന്റെ പുറകുവശം എല്ലാം കത്തിക്കൊണ്ടിരിക്കും. ഇവിടെ അല്ലേ കത്തുന്നത്? അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫയർഫോഴ്സിന്റെ വണ്ടി ഇതിലെ കയറി വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പുമ്മറ്റം ദർശന ഇന്റർനാഷണൽ സ്കൂളിന്റെ പുറകുവശത്തായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ റബ്ബർ തോട്ടത്തിലാണ് തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പള്ളിയുടെ വക സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഫയർഫോഴ്സിന്റെ വാഹനം ഈ ഗ്രൗണ്ട് വരെ വരുമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിലെ വണ്ടി വരത്തുള്ളൂ. കോട്ടയത്തു നിന്ന് വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തീ തല്ലിക്കെടുത്തി അന്നേരം പിന്നെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ കരിയില ഉണങ്ങിക്കിടക്കുന്നതാണ്. അപ്പൊ ഫയർഫോഴ്സുകാരുടെ അപ്പുറത്തോടെയാണ് വണ്ടി ആദ്യം വന്നത്. അവരെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ കൺട്രോൾ റൂമിലെ പോലീസുകാരാണ്. ഇവിടെ ടിപ്പറെല്ലാം ടോറസ് എല്ലാം കയറി വരുന്നല്ലേ. അപ്പൊ ഫയർഫോഴ്സിന്റെ വാഹനം ഈ ഗ്രൗണ്ടിലോട്ട് കയറത്തില്ലെന്നാ പറഞ്ഞത്. കാരണം 4000 ലിറ്റർ വെള്ളമായിട്ട് ഇങ്ങോട്ട് കയറി വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ തല്ലിക്കെടുത്താമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇവിടെയെല്ലാം കുറച്ച് വീട്ടുകാരുണ്ട് സമീപ പ്രദേശത്ത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് കിടത്താൻ നോക്കിയിട്ട് വെള്ളത്തിന് ഇവിടെ ഈ പ്രദേശത്തെങ്ങും വെള്ളമില്ല. അപ്പോൾ ഇവിടെ ഒരു പാത്രം വെള്ളം ചോദിച്ചിട്ട് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. കാരണം ഇവിടുത്തെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ അപ്പുറത്ത് വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇവിടെ സ്ഥിരം ഇങ്ങനെ തീപിടുത്താണ്. ഇത് അങ്ങ് താഴെ നിന്നാണ്ട് ഇട്ട് പോകും. തോട്ടത്തിൽ കയറി അങ്ങോട്ട് കയറി മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കിട്ടത്തുള്ളൂ. ആണോ? അന്നേരം അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്നേരം എന്നാ നടക്കുന്നത്? ആണല്ലേ. ഇവിടെ കിണറ്റിലെങ്ങും വെള്ളമില്ല ചേട്ടാ? തുള്ളി വെള്ളമില്ല ഈ ഭാഗത്തൊന്നും. അപ്പൊ ഈ ആഴ്ചയിൽ ഒന്നും ഇവിടെ വെള്ളം വീഴുന്നുണ്ടെന്ന് പറഞ്ഞത്? 5-ാം പൊക്കോ? അതെവിടുന്നാ വെള്ളം വരുന്നേ? അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഇവിടെയുള്ളവരെല്ലാം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആണല്ലേ. ഫയർഫോഴ്സ് ഇങ്ങോട്ടാ വരുന്നത്. ഉണ്ട്, അവരുടെ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, പേര് കേട്ട നാടാണ് പുതുപ്പള്ളി. ഇവിടെയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസവും 2 ദിവസമൊക്കെ വെള്ളം വരുന്ന ഒരു പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 19-ാം വാർഡിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഫയർഫോഴ്സുകാർ തീ അണയ്ക്കാൻ ഒരു ബക്കറ്റ് വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല. അതിനൊരു ചെറിയ പ്രശ്നം. ഫയർഫോഴ്സുകാർ ഇവരുടെ നേരെ ചൂടായി. അപ്പോൾ അവരുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. വെള്ളം ഇല്ലെന്നുള്ളൊരവസ്ഥ അന്നേരം ഓർത്ത് നോക്കിയേ. ഈ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ മിക്ക വാർഡിലും ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം അവരോട്. അതെ. ഫയർഫോഴ്സിന് മറ്റേ വണ്ടി വന്നിട്ടുണ്ട്, അവര് അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഇല്ല, വണ്ടി കയറി വരത്തില്ല. ഇങ്ങോട്ട് ഫയർഫോഴ്സ് വന്നാൽ മതിയായിരുന്നു അല്ലേ? ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 19-ാം വാർഡ് കുന്നേപ്പറമ്പ്. ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ എന്നെ ഞെട്ടിച്ച കാഴ്ച തന്നെയാണ്. കാരണം ആഴ്ച 4-5 ദിവസം ആകുമ്പോഴത്തേന് ഇവർക്ക് ഒരു കുടിവെള്ളം വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് അത്രയ്ക്കും മോശമായിട്ടൊരു അവസ്ഥയാണ് ഈ കുന്നേപ്പറമ്പിന്റെ അവസ്ഥ. നിങ്ങൾ എല്ലാവരും പറയും പുതുപ്പള്ളി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നാട്. പക്ഷെ ഇവിടുത്തെ അവസ്ഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കുന്നേപ്പറമ്പ് ഇതുവരെ ഒരു പുരോഗമനവും ഇല്ലാത്തൊരു സ്ഥലമാണ് കുന്നേപ്പറമ്പ് എന്ന് പറയുന്നത്. മറ്റുള്ള വാർഡിലെ പോലെയൊന്നും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ വാർഡിലേക്ക് എത്തിയിട്ടില്ല. അത്രയ്ക്കും പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ പ്രാവശ്യങ്ങളും ഇലക്ഷന്റെ സമയത്ത് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് മെമ്പർമാരും MLA മാരും ഒക്കെ വരും.
അതല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മുഴുവൻ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് കുന്നേപ്പറമ്പ് എന്ന് പറയുന്നത്. ഇന്ന് അവിടെ വന്ന് കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞാൽ ഈ വെള്ളത്തിന് വേണ്ടി അവർ ഫയർഫോഴ്സുകാർ ഒരു ബക്കറ്റ് വെള്ളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ എടുക്കാനില്ലെന്ന് പറഞ്ഞു. കാരണം അതുപോലെ ബുദ്ധിമുട്ടിലെ അവസ്ഥയെന്ന് പറയുമ്പോൾ നോർത്ത് നോക്കി നേരെ ഒന്നുമില്ലല്ലോ ചാണ്ടിക്ക്. അതിനെ പുള്ളിക്ക് ഓടി നടക്കാനേ പുള്ളിക്ക് നേരേ ഉള്ളൂ, അല്ലാതെ ജനങ്ങളുടെ പ്രശ്നത്തിന് പുള്ളിക്ക് നേരെയില്ല. ഞാനോർത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ ആൾക്കാർ മാത്രമാണ് പാറമട വെള്ളം കുടിച്ച് ജീവിക്കുന്നത്. ആ ഒരു അവസ്ഥ ഓർത്തപ്പോൾ ഇവിടുത്തെ അവസ്ഥ വന്നപ്പോഴത്തേന് 9ാം വാർഡുകളെ കാട്ടിലും വളരെ മോശമായ അവസ്ഥയാണ് ഇവിടുത്തെ. വെള്ളവും ഇല്ല, ടാപ്പ് മാത്രമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കിട്ടും. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ മുഴുവൻ തല്ലിക്കെടുത്തുകയായിരുന്നു. മുഴുവൻ തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് എല്ലാവരും അവിടുന്ന് പോരുന്നത്.